സ്വന്തം സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയെ തന്നെ കൊത്തിവലിച്ച് യാത്രക്കാരായ സ്ത്രീകളെ അധിക്ഷേപിച്ച ഗതാഗത മന്ത്രി CP ജോണിനെതിരെ UDF-ൽ പടയൊരുക്കം കനക്കുകയാണ്. AICC പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയെ പോലും അപമാനിച്ച മന്ത്രിക്ക് കസേര UDF നൽകിയ സൗജന്യമാണെന്ന് ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് കടുത്ത താക്കീത് നൽകുന്നത്. മന്ത്രിയുടെ ഉള്ളിലെ പഴയ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് പുറത്തു വരുന്നതെന്ന രൂക്ഷ വിമർശനവുമായി സ്വന്തം മുന്നണി നേതാക്കൾ തന്നെ രംഗത്തെത്തിയതോടെ CP ജോണിന്റെ മന്ത്രിസ്ഥാനം പോലും അപകടത്തിലാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ മികവില്ലാതാക്കുന്ന വിധം മന്ത്രി CP ജോൺ നടത്തിയ പ്രസ്താവനയിൽ UDF-ൽ കടുത്ത അതൃപ്തി നിലനിൽക്കുകയാണ്. ഗതാഗത മന്ത്രി CP ജോണിന് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി നേരിട്ട് അതൃപ്തി അറിയിച്ചേക്കും. KSRTC-യിലെ സൗജന്യ യാത്ര സ്ത്രീകളുടെ അവകാശമാണെന്ന് പറഞ്ഞ് UDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയെ അപമാനിക്കുന്ന വിധമായിരുന്നു CP ജോണിന്റെ പ്രസ്താവന. യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ബാധകമെന്നും പറഞ്ഞ് പദ്ധതി നടപ്പാക്കിയ ശേഷം മുന്തിയ സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്ന സ്ത്രീകൾ വരെ KSRTC ബസ്സുകളിൽ തിക്കിത്തിരക്കി കയറുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. സംഭവം വിവാദമായപ്പോൾ മലയാളിയുടെ ബിഹേവിയർ മാറിയതിനെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള വിഫല ശ്രമം മന്ത്രി നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. അനുചിതമായ പ്രസ്താവന നടത്തിയ മന്ത്രിയുടെ ബിഹേവിയറിനാണ് തകരാറെന്ന കടുത്ത വിമർശനമാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയർന്നു വരുന്നത്. AICC മുൻകൈയെടുത്ത് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായ പ്രിയദർശിനി സൗജന്യ യാത്രയെ അപമാനിക്കുന്ന വിധം ഗതാഗത മന്ത്രി നടത്തിയ പ്രസ്താവനയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണുള്ളത്. സർക്കാർ പ്രഖ്യാപനം കേട്ട് ബസ്സിൽ കയറുന്ന സ്ത്രീകളെ അപമാനിക്കലായി ഈ പ്രസ്താവന വ്യാപകമായി ചിത്രീകരിക്കപ്പെടുകയും ഇടതുപക്ഷം ഇത് രാഷ്ട്രീയമായി മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. വിവാദത്തിന് വിശദീകരണവുമായി മന്ത്രി പറഞ്ഞ ബിഹേവിയർ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീകളെ മേൽത്തട്ടും കീഴ്ത്തട്ടുമായി ചിത്രീകരിക്കുന്ന വിധം CP ജോൺ നടത്തിയ പ്രസ്താവന മന്ത്രിയുടെ ഉള്ളിലെ പഴയ കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയെന്ന ബിഹേവിയറിന്റെ പ്രശ്നമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഘടകകക്ഷി മന്ത്രിമാർ UDF സർക്കാരിന് ബാധ്യതയായി മാറരുതെന്ന മുന്നറിയിപ്പാണ് മുന്നണി നേതൃത്വം നൽകുന്നത്. സ്വന്തം നാടായ കുന്നംകുളത്ത് നിന്നാൽ വിജയിക്കാത്ത CP ജോണിനെ CMPക്ക് 100 വോട്ട് തികച്ചില്ലാത്ത തിരുവനന്തപുരത്ത് നിർത്തി കോൺഗ്രസുകാർ പണിയെടുത്ത് വിജയിപ്പിച്ചത് മുന്നണിക്ക് ബാധ്യതയായി മാറാനാകരുതെന്ന കടുത്ത താക്കീതും നേതാക്കൾ നൽകുന്നുണ്ട്. ശരിക്കും KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ യാത്രാ സൗജന്യം പോലെ CP ജോണിനുള്ള UDF-ന്റെ സൗജന്യമാണ് ഗതാഗത മന്ത്രി സ്ഥാനമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. നഷ്ടത്തിലായ KSRTC-യെ കരകയറ്റാൻ ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ കണ്ടെത്തുകയെന്ന വലിയ ദൗത്യമാണ് UDF CP ജോണിന് കൈമാറിയിട്ടുള്ളത്. അത് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ജോണിന്റെ പടിയിറക്കത്തിനും അധിക സമയം വേണ്ടിവരില്ല.